Hello everyone, welcome to the course on Electrical Machine Design. We are discussing Module 5. In Module 5, today we are entering to Design of Three-Phase Induction Motors and Main Dimensions. Induction Motors എന്ന് പറയുമ്പം എന്താണ്? ഇറ്റ് ഈസ് ദ ക്ലാസ് ഓഫ് AC motors. ഓക്കെ, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് പ്രൈം മൂവേഴ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. ഒരുപാട് ഇൻഡസ്ട്രീസിൽ പ്രൈം മൂവേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈവാണ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, അതായത് ചെറിയ വർക്ക്ഷോപ്പ് മുതൽ വലിയ ലാർജ് ഇൻഡസ്ട്രീസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മറ്റ് ആപ്ലിക്കേഷൻസ് ആണ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, കൺവേയേഴ്സ്, കംപ്രസേഴ്സ്, ക്രഷേഴ്സ് ആൻഡ് ഡ്രില്ലിംഗ് മെഷീൻസ്. ഇവിടെയൊക്കെ എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, എല്ലാ മെഷീനും പോലെ തന്നെ ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റർ ഭാഗമുണ്ട്, ഒരു റോട്ടർ ഭാഗമുണ്ട്. ഓക്കെ, also we can discuss about what are the advantages and disadvantages of induction motor. ഓക്കെ, അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് അധികം ഇല്ലാത്ത റിലയബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അതുകൂടാതെ എക്സ്ട്രീംലി റഗ്ഡ് കൺസ്ട്രക്ഷൻ ആണ്, പിന്നെ അൺബ്രേക്കബിൾ കൺസ്ട്രക്ഷനും ആണെന്ന് പറയാം. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് മറ്റു മോട്ടോഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പവർ ഫാക്ടർ വളരെ നല്ല പവർ ഫാക്ടർ കിട്ടുന്നുണ്ട്. മെയിൻ്റെനൻസ് അധികം വേണ്ടാത്ത, കമ്മ്യൂട്ടേറ്റർ ഇല്ലാത്ത ടൈപ്പ് ഓഫ് മെഷീനാണ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിന്റെ കേസിൽ അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടറി ഒന്നും ആവശ്യമില്ല. ഓക്കെ, എല്ലാ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത്രയും അഡ്വാൻറ്റേജുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, അതായത് ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ വെരി ലോ ലാഗിങ് പവർ ഫാക്ടർ. ഓക്കെ, ലൈറ്റ് ലോഡ് കണ്ടീഷൻസിൽ ലാഗിങ് പവർ ഫാക്ടർ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, പിന്നെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സ്പീഡ് നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആരെ ബാധിക്കുന്നുണ്ട്, എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ് കമ്പയറിംഗ് ടു DC മോട്ടോഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റേറ്റർ ഭാഗമുണ്ട്, ഒരു റോട്ടർ ഭാഗമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള കൺസ്ട്രക്ഷൻ ഡിഫറൻസ് എന്നുള്ളത്. സ്റ്റേറ്റർ ആണ് ആദ്യം നോക്കുന്നത്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റീൽ ഫ്രെയിം. ഓക്കെ, അത് എന്തൊക്കെയാണ് എൻക്ലോസ് ചെയ്യുന്നത്, ഒരു ഹോളോ സിലിണ്ടറിക്കൽ കോർ മെയ്ഡ് അപ്പ് ഓഫ് തിൻ ലാമിനേഷൻസ്. ഏതിന്റെ തിൻ ലാമിനേഷൻസ് ആണ്, സിലിക്കൺ സ്റ്റീൽ. എന്തിനാ അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ടു റെഡ്യൂസ് ഹിസ്റ്റീരിസിസ് ആൻഡ് എഡി കറന്റ് ലോസസ്. ഓക്കെ, അതിനകത്ത് സിലിക്കൺ സ്റ്റീൽ സ്ട്രക്ചർ ആണ് ആക്ച്വലി ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കുന്നത്. ആ ലാമിനേഷൻസ് ആണ് എന്ത് റെഡ്യൂസ് ചെയ്യുന്നത്, എഡി കറന്റ് ലോസ് മിനിമൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലാമിനേഷൻസിന്റെ ഇന്നർ പെരിഫറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവൻലി സ്പേസ്ഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റേറ്റർ സ്ലോട്ട്സ്. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ഈ സ്റ്റേറ്ററിന്റെ സ്ലോട്ടുകളിൽ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കും. അതൊന്നെങ്കിൽ നമുക്ക് സ്റ്റാർ കണക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ അത് കൂടാതെ 3-phase സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൗണ്ട് ഫോർ ഡെഫിനിറ്റ് നമ്പർ ഓഫ് പോൾസ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നമ്പർ ഓഫ് പോൾസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, ആസ് പെർ റിക്വയർമെന്റ് ഓഫ് സ്പീഡ്. NS is equal to 120 F/P. ഓക്കെ, ആ റിലേഷൻ ഉപയോഗിച്ച് സ്പീഡ് കൺസൈൻ അനുസരിച്ചാണ് നമ്മൾ പോളിന്റെ എണ്ണം തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് നമ്പർ ഓഫ് പോൾസ് കൂടുന്ന സമയത്ത് സ്പീഡ് കുറയും. ഓക്കെ, ഇനി റോട്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ റോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ എ ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് റോട്ടർ. ഓക്കെ, അത് കൂടാതെ അതൊരു ഹോളോ ലാമിനേറ്റഡ് കോർ ആയിരിക്കും, ഹാവിംഗ് സ്ലോട്ട്സ് ഓൺ ഇറ്റ്സ് ഔട്ടർ പെരിഫറി. ഓക്കെ, ആ പെരിഫറി, ആ സ്ലോട്ട്സിലാണ് എന്ത് ചെയ്യുന്നത്, വൈൻഡിങ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് റോട്ടർ വൈൻഡിങ് എന്നുള്ളത്. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്, സ്ക്വിറൽ ഗേജ് ടൈപ്പും ഉണ്ട്, സ്ലിപ്പ് റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഫേസ് വൗണ്ട് ടൈപ്പ്. നമുക്ക് നോക്കാം എന്താണ് സ്ക്വിറൽ ഗേജ് ടൈപ്പ് റോട്ടറും ഫേസ് വൗണ്ട് അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് റോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം. ഓക്കെ, അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വിറൽ ഗേജ് ടൈപ്പ് റോട്ടറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സ്ക്വിറൽ ഗേജ് റോട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിലിണ്ടറിക്കൽ ലാമിനേറ്റഡ് കോർ. ശ്രദ്ധിക്കുക, സിലിണ്ടറിക്കൽ ലാമിനേറ്റഡ് കോർ. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് പാരലൽ സ്ലോട്ട്സ്
എന്തിനാ സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റോട്ടർ കണ്ടക്ടേഴ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ റോട്ടർ കണ്ടക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ എൻഡ് റിംഗ് വഴി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ എൻഡ് റിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് കോപ്പർ ഓർ അലുമിനിയം അലോയ്സ്. ഓക്കെ, സോ ദ റോട്ടർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് എൻഡ് റിംഗ്സ് ഫോംസ് എ ക്ലോസ് സർക്യൂട്ട്, ഓക്കെ, വിച്ച് റിസംബിൾസ് എ സ്ക്വിറൽ ഗേജ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു പേര് വരാൻ കാര്യം. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് റോട്ടർ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, റോട്ടർ എന്ന് പറയുന്നത് നോട്ട് ആക്ച്വലി കണക്റ്റഡ് ടു സ്റ്റേറ്റർ. ഓക്കെ, അതായത് റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ട്രാൻസ്ഫോമർ ആക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? സ്റ്റേറ്ററിലേക്ക് നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ? ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? റോട്ടർ അതിനെ കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റോട്ടറിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് അതുവഴി എന്ത് ചെയ്യും? കറണ്ട് ഉണ്ടാവും. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനകത്തോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഒരു കണ്ടക്ടറിലേക്കാണോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? ഒരുപാട് കണ്ടക്ടേഴ്സിലേക്കാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അവിടെ റോട്ടർ കിടന്ന് കറങ്ങാൻ തുടങ്ങും. സോ ദിസ് ഇസ് ദ ആക്ച്വൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. സോ ഇവിടെ നമുക്കറിയാം, ട്രാൻസ്ഫോമറിലും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ഓക്കെ, ട്രാൻസ്ഫോമറിലെ സ്റ്റേറ്ററിന് പകരമാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമറിലെ പ്രൈമറിക്ക് പകരമാണ് ഇവിടുത്തെ സ്റ്റേറ്റർ ഇരിക്കുന്നത്. ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിക്ക് പകരമാണ് ഇവിടുത്തെ റോട്ടർ ഇരിക്കുന്നത്, അല്ലേ? സോ നമുക്ക് എന്ത് വിളിക്കാം ഇതിനെ? ട്രാൻസ്ഫോമർ വിത്ത് റൊട്ടേറ്റിംഗ് സെക്കൻഡറി എന്ന് വിളിക്കാം. ആരെ? ഇൻഡക്ഷൻ മോട്ടോറിനെ. ഓക്കെ, സോ ഇവിടെ ട്രാൻസ്ഫോമർ ആക്ഷൻ വഴിയാണ് എന്ത് ഇൻഡ്യൂസ് ആവുന്നത്? EMF ഇൻഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എന്താ നോക്കാം. സ്ലിപ്പ് റിംഗ് കൺസ്ട്രക്ഷനെ നമ്മൾ വേറൊരു പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഫേസ് വൺ റോട്ടർ. ഓക്കെ, അപ്പം ഇത് പറയുകയാണെങ്കിൽ ഇത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് റോട്ടർ. ഓക്കെ, ഇറ്റ് ഇസ് ഓൾസോ ക്യാരി സ്റ്റാർ ഓർ ഡെൽറ്റ വൈൻഡിങ്. ഓക്കെ, സ്റ്റേറ്റർ പോലെ തന്നെ ഒരു 3 ഫേസ് വൈൻഡിങ് തന്നെയായിരിക്കും റോട്ടറിൽ ഉണ്ടാവുന്നത്, സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ് എ 3 ഫേസ് ഡബിൾ ലെയർ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയാം. ഓക്കെ, ഈ റോട്ടർ വൈൻഡിങ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? റോട്ടറിന്റെ സ്ലോട്ട്സിന്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, റോട്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റർ ചെയ്ത പോലെ സെയിം നമ്പർ ഓഫ് പോൾസ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയ കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്ററിന്റെ, അതായത് സ്റ്റേറ്ററിന് അതുപോലെ തന്നെ അത്രയും നമ്പർ പോളിൽ തന്നെ വൗണ്ട് ചെയ്യുന്നെങ്കിൽ പോലും റോട്ടറിന്റെ സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് കമ്പയർഡ് ടു സ്റ്റേറ്റർ ആയിരിക്കും. ഓക്കെ, സോ നമ്മള് ഇതിന്റെ സ്ലിപ്പ് റിംഗിന്റെ റോട്ടറിന്റെ എൻഡ് എല്ലാം കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ടുഗദർ ഫോം എ സ്റ്റാർ കണക്ഷൻ. ഒരു സ്റ്റാർ കണക്ഷൻ ബേസിൽ ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ എൻഡ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ലിപ്പ് റിംഗ് വെക്കും. ഓക്കെ, ആ സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ് ആസ് ദാറ്റ് ഓഫ് റോട്ടർ. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്, അതിന്റെ ഡയഗ്രം നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബ്രഷസ് ആൻഡ് ദ സ്ലിപ്പ് റിംഗ്സ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാനും പറ്റും? നമുക്ക് സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടും ടോർക്ക് ഇൻക്രീസ് ചെയ്യാനും ഉപയോഗിക്കും. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻ കേസ് ഓഫ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ കിട്ടും, കമ്പയറിംഗ് ടു സ്ക്വിറൽ ഗേജ് ടൈപ്പ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിന്റെ കേസിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും റെസിസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ? ഓക്കെ, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ അതിന്റെ റോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റോട്ടർ കൺസ്ട്രക്ഷൻ ഈസ് സിംപ്ലസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റഗ്ഡ്. ഓക്കെ, സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് സ്ക്വിറൽ ഗേജിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ആണ്. എന്തുകൊണ്ടാണ്? അവിടെ ബ്രഷ്, സ്ലിപ്പ് റിംഗ്സ് പോലുള്ള എക്സ്റ്റേണൽ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ പറയുകയാണെങ്കിൽ സിലിണ്ടറിക്കൽ ലാമിനേറ്റഡ് റോട്ടർ ആണത് വിത്ത് വൈൻഡിങ് സിൽമർ ടു സ്റ്റേറ്റർ. പക്ഷേ ഹെവിയർ കണ്ടക്ടേഴ്സ് ആയിരിക്കും നമ്മൾ സ്ലിപ്പ് റിംഗിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സ്ക്വിറൽ ഗേജിലോട്ട് തന്നെ തിരിച്ചു പറയുകയാണെങ്കിൽ അതിന്റെ റോട്ടർ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് അല്ല, അധികം എക്സ്പെൻസീവ് അല്ല. എന്തുകൊണ്ടാണ്? അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ നേരെ മറിച്ച് സ്ലിപ്പ് റിംഗിലോട്ട് പോകുമ്പോൾ കുറെ കൂടെ എക്സ്പെൻസീവ് ആയിട്ട് മാറും, കാരണം അവിടെ കുറെ കമ്പോണൻസ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്ക്വിറൽ ഗേജ് ടൈപ്പിന്റെ റോട്ടർ എന്ന് പറയുന്നത് ദേ ആർ പെർമനന്റ്ലി ഷോർട്ട് സർക്യൂട്ടഡ് യൂസിങ് എൻ റിംഗ്സ്. അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? സ്റ്റാർട്ടിങ്ങിന്റെ കേസിൽ 3 ഫേസ് വൈൻഡിങ്സ് എന്ത് ചെയ്യുന്നു? ടു എ സ്റ്റാർ കണക്ടർ റിയോസ്റ്റാറ്റിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? റണ്ണിങ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈ റിയോസ്റ്റാറ്റ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഔട്ട് ആവുന്ന പരിപാടിയാണ് ആരിൽ നടക്കുന്നത്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡിഫറൻസ് സ്ക്വിറൽ ഗേജ് പറയാം. അവിടുത്തെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്ലിപ്പ് റിംഗിന്റെ കേസിൽ അത് പറ്റും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്പീഡ് കൺട്രോളും ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ എഫിഷ്യൻസി കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് റിംഗിന് എഫിഷ്യൻസി കുറവാണ്, പക്ഷെ സ്ക്വിറൽ ഗേജിന്റെ കേസിൽ എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് പറയുകയാണെങ്കിൽ സ്ക്വിറൽ ഗേജിനാണ് കുറവ്, നേരെ മറിച്ച് സ്ലിപ്പ് റിംഗിനാണ് കൂടുതൽ. ഓക്കെ, പിന്നെ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് സ്ക്വിറൽ ഗേജിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സ്ലിപ്പ് റിംഗിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ്റെനൻസ് വളരെ കുറവ് വേണ്ട ടൈപ്പ് ഓഫ് മെഷീൻ ആണ് സ്ക്വിറൽ ഗേജ് ടൈപ്പ്, പക്ഷെ അപ്പുറത്ത് ഫ്രീക്വന്റ് മെയിൻ്റെനൻസ് വേണ്ടി വരും. സ്റ്റാർട്ടിംഗ് കറണ്ട് വളരെ കുറവുള്ള ടൈപ്പ് ഓഫ് മെഷീൻ ആണ് സ്ലിപ്പ് റിംഗ് ടൈപ്പ്, പക്ഷെ ഇവിടെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം 5 മുതൽ 7 ടൈം ഫുൾ ലോഡ് വരും. ആരുടെ കേസിൽ? സ്ക്വിറൽ ഗേജിന്റെ ടൈപ്പിൽ. ഓക്കെ, ആപ്ലിക്കേഷൻസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ലെയ്ത്ത്, ഫാൻ, പമ്പ്സ്, ഡ്രില്ലിംഗ് മെഷീൻ, ബ്ലോവർ, അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോട്ടർ കൺസ്ട്രക്ഷൻ ആണ് സ്ക്വിറൽ ഗേജ് എന്ന് പറയുന്നത്. ഹോയ്സ്, ക്രെയിൻസ്, എലിവേറ്റർ അതുപോലുള്ള ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ട കേസുകളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോട്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്ത്? സ്ലിപ്പ് റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി എന്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്? ഡിസൈനിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഡിസൈനെ സംബന്ധിച്ചാണ്. ഓക്കെ, സോ ദ മെയിൻ പർപ്പസ് ഓഫ് ഡിസൈനിങ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടു ഒബ്റ്റെയിൻ കംപ്ലീറ്റ് ഫിസിക്കൽ ഡയമെൻഷൻസ്. ഓക്കെ, മെഷീന്റെ എല്ലാ പാർട്സിനെ സംബന്ധിച്ചും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ഫിസിക്കൽ ഡയമെൻഷൻസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കസ്റ്റമറിന്റെ സ്പെസിഫിക്കേഷൻസിനെ അത് മീറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിസൈൻ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വേണ്ടത്? മെയിൻ ഡയമെൻഷൻസ് നമുക്ക് അറിയേണ്ടി വരും. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റേറ്റർ വൈൻഡിങ് നമുക്ക് അറിയേണ്ടി വരും. ഓക്കെ, ഡിസൈൻ ഡീറ്റെയിൽസ് ഓഫ് റോട്ടർ ആൻഡ് ഇറ്റ്സ് വൈൻഡിങ്സ്. ഓൾസോ വി ഹാവ് ടു നോ അബൌട്ട് ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, ഡിസൈൻ ഡീറ്റെയിൽസ് ആയിട്ട് വേണ്ടി വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ ഔട്ട്പുട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എന്താണ് ഔട്ട്പുട്ട് ഇക്വേഷൻ? ഇറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ which gives the relation between various physical and electrical parameters of the electrical machine. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മെഷീന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഡിസൈൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു എം ഫേസ് മെഷീൻ ആണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് Q in KW പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഗിവൺ ബൈ ഇൻപുട്ട് ഇൻറ്റു എഫിഷ്യൻസി എന്നാണ്. ഇൻപുട്ട് ടു ദ മോട്ടോർ എന്തായിരിക്കും? നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു വി ഫേസ് ഐ ഫേസ് കോസ് 5 ഇൻറ്റു 10⁻³ KW എന്നാണ്. ഓക്കെ, നമ്മളൊരു 3 ഫേസ് മെഷീൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എമ്മിന്റെ വാല്യൂ 3 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ 3 വി ഫേസ് ഐ ഫേസ് കോസ് 5 ഇൻറ്റു 10⁻³ KW എന്ന് കിട്ടും. ഇൻപുട്ട് ടു ദ മോട്ടോർ കിട്ടി. ഓക്കെ, ഈ വി ഫേസും ഈ ഫേസും ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേസിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 4.44 F5 T ഫേസ് KW എന്നാണ്. ഓക്കെ, അതിൽ 2 കണ്ടക്ടേഴ്സ് തരുന്നതാണ് ഒരു ടേൺസ് പെർ ഫേസ് എന്ന് പറയുന്നത്. സോ ടി ഫേസ് ബൈ 2A എന്തായിട്ട് എടുക്കാം? എനിക്ക് ഇസഡ് ഫേസ് ആയിട്ട് എടുക്കാം. സോ അതിവിടെ കൊടുത്താൽ 2.22 F5 ഇസഡ് ഫേസ് KW എന്ന് കിട്ടും. ഓക്കെ, സോ വി ഫേസ് ഈക്വൽ ടു ഇ ഫേസ് ഈക്വൽ ടു 2.22 F5 ഇസഡ് ഫേസ് KW എന്ന് കിട്ടും. ഓക്കെ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം P ഇൻറ്റു NS ഡിവൈഡഡ് ബൈ 120 എന്നാണ്. ഈ NS RPM-ലുള്ളതാണ്. അത് ഞാൻ RPS-ലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ns ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഔട്ട്പുട്ട് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഔട്ട്പുട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും 3 ഇൻറ്റു 2.22 ഇൻറ്റു എഫിന് പകരം PNS ബൈ 2 ഇട്ട് കൊടുക്കുക. 5 ഇസഡ് ഫേസ് KW ഐ ഫേസ്. ഓക്കെ, എഫിഷ്യൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ എഫിഷ്യൻസിയാണ്. സോ നമ്മൾ ഇൻപുട്ടിനെ എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എഫിഷ്യൻസി ഇൻറ്റു കോസ് 5 ഇൻറ്റു 10⁻³ KW എന്ന് കിട്ടും.
ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ എന്ത് കിട്ടും എനിക്ക്? ഇവിടെ 2 ആയിരിക്കും, ഇവിടെ ബൈ 2 ഇവിടെ ക്യാൻസൽ ആവും, 3 ഇൻറ്റു ഇവിടെ 1.11 ആവും, 3 ഇൻറ്റു 1.11 എന്ന് പറഞ്ഞാൽ 3.33 ആണ്. അതിൽ 1.11 ഇവിടെ നിർത്തിയിട്ട് 3 ഇൻറ്റു എന്നുള്ള ടേം ഞാൻ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. സോ 1.11 ഇൻറ്റു P5 3 I phase Z phase ഇൻറ്റു NS KW ഈറ്റ കോസ് 5 ഇൻറ്റു 10⁻³ KW എന്ന് കിട്ടും. ഓക്കെ, ഇനി സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങിന്റെയും സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിന്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുവാണ്. സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് P5 is equal to B average by DL എന്നാണ്. ഇത് മാഗ്നറ്റിക് ലോഡിംഗ് ആണ്. P5 is equal to B AV by DL എന്നാണ്. സോ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗിന്റെ റിലേഷൻ എടുക്കുവാണെങ്കിൽ 3 I phase Z phase by D equal to Q എന്നാണ്. Q എന്നാണ് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ P5ക്ക് പകരം ഇതിട്ട് കൊടുക്കാം, 3 I phase Z phase പകരം എന്തിട്ട് കൊടുക്കാം? പൈ ഡി ക്യൂ എന്നിട്ട് കൊടുക്കാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം പുറത്തെടുത്തു. ഏതായിരിക്കും കോമൺ ആയിട്ട് വരുന്നത്? d² L എന്നുള്ള ഒരു കാര്യം പുറത്തെടുത്ത് വെച്ചു, NS അതും വന്നു, KW എന്നും വന്നു. ഓക്കെ, സോ d² L NS എന്നുള്ളത് പുറത്തു വന്നു. ഓക്കെ, 1.11 π² B average Q KW ഈറ്റ കോസ് 5 ഇൻറ്റു 10⁻³ എന്ന് കിട്ടി നമുക്ക്. ഈ π² ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 11 B average Q KW ഈറ്റ കോസ് 5 ഇൻറ്റു 10⁻³ d² L NS KW എന്ന് കിട്ടി. Q എന്ന് പറയുന്ന ഇക്വേഷൻ ആണല്ലോ. സോ Q ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? C0 എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോഎഫിഷ്യന്റ് എന്ന് വിളിച്ചാൽ C0 ഇൻറ്റു d² L NS KW. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ. C0 ഈസ് ദ ഔട്ട്പുട്ട് കോഎഫിഷ്യന്റ് ഓഫ് ദ ഇൻഡക്ഷൻ മെഷീൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇനി നമുക്ക് മെയിൻ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് D ആൻഡ് L എങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് തരുന്നത് ഇറ്റ് ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ D ആൻഡ് L. എങ്ങനെയാണ്? ഒരു d² L പ്രൊഡക്റ്റും പിന്നെ ഔട്ട്പുട്ട് ഓഫ് മെഷീനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. സോ വി ഹാവ് ടു സെപ്പറേറ്റ് D ആൻഡ് L. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അസ്യൂം ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാട്ട് ആർ ദ ഡിസൈൻ കൺസിഡറേഷൻ വി ഹാവ് ടു ബി ടേക്കൺ? അങ്ങനെയുള്ള കുറച്ച് ഡിസൈൻ കൺസിഡറേഷൻസ് ആണ്. അങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്യൂട്ടബിൾ റേഷ്യോ ബിറ്റ്വീൻ ഗ്രോസ് ലെങ്ത് ആൻഡ് പോൾ പിച്ച് ക്യാൻ ബി അസ്യൂംഡ്, നമ്മുടെ ഡിസൈൻ കൺസിഡറേഷൻ അനുസരിച്ച്. ഓക്കെ, ഏത് റേഷ്യോ എടുക്കണം? L/τ, ഗ്രോസ് ലെങ്ത് ടു പോൾ പിച്ച്, L/τ റേഷ്യോ. ഓക്കെ, മിനിമം ഓവറോൾ കോസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാനാണെങ്കിൽ 1.5 to 2ന്റെ ഇടയ്ക്കാണ് ആ വാല്യൂ അസ്യൂം ചെയ്യേണ്ടത്, L/τന്റെ വാല്യൂ. ഓക്കെ, ഒബ്റ്റെയിൻ ഗുഡ് എഫിഷ്യൻസി ചെയ്യാനാണെങ്കിൽ 1.4 to 1.6 ഉള്ള വാല്യൂ എടുക്കണം. ഓക്കെ, ടു ഒബ്റ്റെയിൻ ഗുഡ് ഓവറോൾ ഡിസൈൻ 1 to 1.1ന്റെ ഇടയ്ക്ക് എടുക്കുക. പവർ ഫാക്ടർ ആണെങ്കിൽ 1 to 1.3 ആണ് നിങ്ങൾ എടുക്കേണ്ട L/τന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡക്ഷൻ മെഷീന്റെ മോട്ടോറിന്റെ കേസിൽ പവർ ഫാക്ടറിന് വൈറ്റൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ പവർ ഫാക്ടർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ, എന്ത് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പവർ ഫാക്ടർ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം. ഓക്കെ, സോ ബെസ്റ്റ് പവർ ഫാക്ടർ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സെപ്പറേഷൻ ഓഫ് D ആൻഡ് L വി ഹാവ് ടു ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് ദ റിലേഷൻ τ is equal to square root of 0.18. ഓക്കെ, എന്നിട്ട് എന്തും കൂടെ ചെയ്യണം, നമ്മളെ ഈ ഡിയും എല്ലും കിട്ടിക്കഴിയുമല്ലോ. d² L നമുക്ക് ഓൾറെഡി കിട്ടും. τ ഈക്വൽ ടു റൂട്ട് 0.18L എന്നുള്ള ഒരു ഏതെങ്കിലും ഒരു ഉപയോഗിച്ച് DU/L നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ DU/L കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ പെരിഫറൽ സ്പീഡിന്റെ കൺസ്ട്രെയിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഡിസൈൻ സാറ്റിസ്ഫൈ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ.